ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കുഴലപ്പമാണ് ഉണ്ടാക്കുന്നത്. അവധിക്കാലമൊക്കെ വരുവാണ്. പിള്ളേർക്കും വലിയവർക്കും ഗസ്റ്റിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കൊടുക്കാൻ പറ്റിയ കുഴലപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കേരള സ്പെഷ്യൽ കുഴലപ്പം ബനാന ചാരെ ദിഖായിಗೆ കൈസേ. ഞാനിന്ന് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റൈസ് പൗഡർ लिया है. इसके लिए 1 കപ്പ് നാരിയൽ लिया है. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരണ്ടിയത്, വെളുത്തുള്ളി, ലസൂൺ, ചോട്ടാ പ്യാജ്, ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകവും വെളുത്തുള്ളി, ജീര और लहसुन मिक्सी का जार में डाल रहे और छोटा प्याज, ചെറിയ ഉള്ളി ഇവിടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം അച്ഛസെ ക്രഷ് കന്നായിട്ട് നോക്കിക്കേ, ക്രഷ് ചെയ്തിട്ടുണ്ട്. അച്ഛസെ ക്രഷ് കിയാ ഹെ. അപ്പി ഡാൽ രേ നാരിയൽ. നമുക്കിപ്പം ഈ തേങ്ങയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അച്ഛസെ പീസ് കന്നായ. ഞാൻ ഒരുവിധം നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. നാരിയൽ അച്ഛസെ പീസ് കെ ആയ ഹെ. അപ്പി 2 കപ്പ് റൈസ് പൗഡർ ലിയാ ഹെ. 2 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പിന് 3 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് के लिए 3 കപ്പ് പാനി अच्छे से बॉईल हो रहे. अभी डालना है नमक. നമുക്ക് വെള്ളത്തിൽ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഗീ ഡാൽते इसमें. നല്ലതായിട്ട് വെള്ളം തിളയ്ക്കണം. നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു. പാനി अच्छे से गरम हो गया. अभी नारियल इसमें डालना है. നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എല്ലാം നല്ലതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് തിളയ്ക്കണം. नारियल डाला है. अभी अच्छे से पानी बॉईल होना चाहिए. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാനി ബോയിൽ ഹോരെ. നമ്മളെ തേങ്ങ ഇട്ടിട്ട് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. नारियल डाल के बॉईल हो रहे. अभी डालना है हम लोग का റൈസ് പൗഡർ. നമുക്ക് അരിപ്പൊടി ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് ഏറ്റവും ചെറുതാക്കി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे से मिक्स करना है. एकदम लो फ्लेम में डाल के अच्छे से बना दीजिएगा. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. अच्छे से മിക്സ് किया है. अभी फ्लेम ऑफ करना है. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുക്കാൻ വെക്കാം. थोड़ा ठंडा करने के लिए रखेंगे. നമ്മുടെ അരിപ്പൊടിക്ക് കുറച്ച് ചൂടും കൂടെ ഉണ്ട്. थोड़ा हल्का सा गरम है. अभी इसमें डालना है तिल, काला तिल. കറുത്ത എള്ളാണ് നമുക്കിത് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാലാ തിൽ डाला है. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു अच्छे से मिक्स करना है. നമുക്കത് കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൗണ്ടർ ടോപ്പ് में डाल के अच्छे से मिक्स करना है. ഡ്രൈ ആയി പോകാതെ സൂക്ഷിക്കണം. എപ്പോഴും വേളി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ എടുത്ത് थोड़ा हल्का से हाथ में तेल इसमें लगा दीजिएगा. ड्राई नहीं होना चाहिए. ड्राई होने से बनाने के टाइम ക്രാക്ക് ഹോ ജായക. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ക്രാക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ പീസായിട്ട് എടുക്കാം. एक ബോൾ ബനായെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്ത് പരത്തി നോക്കാം. കുറച്ച് നെയ്യ് കൊടുക്കാം. थोड़ा तेल डालेंगे और बेलना है. പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. थोड़ा शेप करने के लिए एक ग्लास लिया है. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിൽ ഇത്തിരി എണ്ണ പരട്ടി കൊടുക്കാം. इसका साइड में थोड़ा तेल लगाएंगे और शेप करना है. देखिए, പെട്ടെന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ എണ്ണ തേച്ചത്. ജൽദി നിക്കാൽനെ के लिए वो तेल लगाए हैं. ഈ സൈഡിലത്തെ ഒക്കെ എടുത്ത് മാറ്റാം. ഈ സൈഡ് से ऐसा निकाल देंगे. നമുക്ക് ഒരു പീസ് എടുക്കാം. നമ്മുടെ കയ്യിൽ വിരലിൻ്റെ ഒരു സൈഡിലോട്ടിട്ട് മറ്റേത് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ऐसे प्रेस करना है. दोनों उंगली से थोड़ा अच्छे से दबा दीजिए. देखिए, ऐसे होना चाहिए. उंगली का बीच में ऐसे डाल दीजिए. दूसरा ऐसे भी डाल. उंगली से थोड़ा दबा दीजिए. 2 കൈയുടെ ഇടയിൽ വെച്ച് നമുക്കിതൊന്ന് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ പൊട്ടിപ്പോവും. अच्छे से प्रेस करना है. नहीं होने से तेल में डालने से फट जाएगा. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം.
ऐसे ही सब बनाएंगे. एक पाइप जैसे हो जाएगा. പൈപ്പ് പോലെ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഓരോരോ ബോൾ എടുത്ത് നമുക്ക് നന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ऐसे ऐसे ബോൾ बनाके ഷേപ്പ് करके लेना है. നോക്കിയേ നമ്മുടെ കുഴലപ്പം എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴലപ്പം സബ് ഷേപ്പ് करके रखा है. तेल गरम हो गया. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുഴലപ്പം എല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞു. കുഴലപ്പം സബ് डाला है. डालने के बाद थोड़ा टाइम के लिए हिलाना नहीं. നമുക്ക് കുറച്ച് നേരത്തേക്ക് അത് ഇളക്കാൻ കൊടുക്കരുത്. കുറച്ചൊന്ന് മുറുകിയതിന് ശേഷം മാത്രമേ അത് നമുക്ക് മറിച്ചിടാവുള്ളൂ. ബാക്കിയിരിക്കുന്നത് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ്. മേളിൽ ऊपर में थोड़ा ड्राई हो गया होगा. थोड़ा सा हल्का से तेल लगा के और एक बार भी अच्छा से दबाना है. നല്ലതായിട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ. और अच्छे से सॉफ्ट होने के बाद दोबारा बनाने के लिए शुरू करना है. और एक बार भी हम लोग बनाएंगे, बाकी भी बनाएंगे. നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ अच्छे से नीचे फ्राई होने के बाद थोड़ा पलटी करना है. നമ്മുടെ ആയിട്ടില്ല, കുറച്ചും കൂടെ ഫ്രൈ ആകാനുണ്ട്. और थोड़ा फ्राई होना है. നമ്മുടെ കുഴലപ്പം നോക്കിയേ നല്ല ഫ്രൈ ആയി കഴിഞ്ഞു. अच्छे से കുഴലപ്പം ഫ്രൈ हो गया. अभी निकाल देंगे. നമുക്കിതൊന്ന് എടുക്കാം. ആദ്യം ഇട്ട കുഴലപ്പം എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. अच्छे से फ्राई हो गया. अभी दूसरा डालना है. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. और दोबारा बना के रखा था वो भी डालेंगे. ചിലവർക്കൊക്കെ ഇത് കുഴലപ്പം ഷുഗർ കോട്ടഡ് ആണ് ഇഷ്ടം. അതുകൊണ്ട് പകുതി നമുക്ക് ഷുഗർ കോട്ടഡ് ആയിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരക്കകത്തോട്ട് ഏലക്കയുടെ തരിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം. हम आधा कुഴലപ്പം शुगर कोटेड बनाने जा रहे हैं. इसके लिए हम चीनी और इलायची का दाना लिया, वो पाउडर करके आएंगे. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇലൈച്ചി और चीनी पाउडर किया है. കുഴലപ്പം റെഡി हो गया. നമ്മുടെ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. നമുക്കിത് ഷുഗർ കോട്ടഡ് ആക്കാം. ഓക്കെ, हम लोग अभी निकाल रहे हैं और शुगर कोटिंग करेंगे. ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. एक बर्तन में डाल रहे. നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ചൂടോടുകൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. अभी निकाल दिया है. साथ ही साथ चीनी इसका ऊपर में डालना है. वाला കുഴലപ്പം का ऊपर में चीनी डालने से इसमें पकड़ेगा. നമ്മുടെ ചൂടായിട്ട് തന്നെ കുഴലപ്പത്തിൻ്റെ മേളിലോട്ട് നമ്മുടെ ഈ പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലതായിട്ട് ഏതായാലും കോട്ടിങ് ആയിക്കോളും. കോട്ടഡ് വാല കുഴലപ്പം ബനാതെ ഐസയിലേ നമ്മുടെ കുഴലപ്പം റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലെ കുഴലപ്പമാണ് ഇത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പഞ്ചസാര ഇല്ലാത്ത കുഴലപ്പമാണ്. ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള കുഴലപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കുഴലപ്പമാണ് ഇത്. പെട്ടെന്ന് നമുക്ക് ഷുഗർ കോട്ട് ചെയ്യാം. പൗഡർ ഇട്ട് നല്ല ചൂടോടെ ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ കോട്ടഡ് എളുപ്പമായിക്കോളും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഏവല ബിന चीनी का है, बहुत बढ़िया टेस्ट है, जल्दी बना सकता है. थोड़ा ट्राई करके देखिएगा. ये शुगर कोटेड है. गरम गरम कुഴലപ്പം निकालने से इसका ऊपर में थोड़ा शुगर पाउडर करके डालने से जल्दी इसका कोटिंग हो जाएगा. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.